അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഞാനൊരെണ്ണം വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാസ് അടുപ്പാണിത്. അപ്പോൾ ഞാനൊന്ന് കത്തിച്ച് കാണിച്ചതാണ്. അപ്പോൾ നല്ല ഗ്യാസ് ഉള്ളപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല പൊക്കത്തിൽ ഇത് കത്തും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കൂട്ടിയും കുറച്ചിട്ട് കത്തിക്കാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ചെറിയ കാര്യങ്ങൾക്കൊക്കെ തീ കുറച്ചിട്ട് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കാനുള്ള കാരണം ഇത് വച്ചതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ തീർത്തും കാണാണെങ്കിൽ ഉപകാരമാവും കേട്ടോ. ഇച്ചിരി ലെങ്ത്തായിട്ടുള്ള വീഡിയോ ആണ്, ഉപകാരമുള്ളവർ തീർത്തും കാണാം. അപ്പോൾ ഞാൻ ഇത് കുറേ അന്വേഷിച്ചിട്ടോ. അപ്പോൾ എൻ്റെ വീട് ആലുവയാണ്. അപ്പോൾ എറണാകുളത്തുള്ള ഒരു ഏജൻസി ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ അവർ അയച്ചു തന്ന ലിസ്റ്റാണ്. പല വിലയുടെ പ്ലാന്റാണ് ഇത്. അപ്പോൾ ഞാൻ ഈ പ്ലാന്റാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നേരിട്ട് ഇതിൽ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വേസ്റ്റ് ഇടാൻ സൗകര്യമില്ല, ചെറിയൊരു ഇടുക്ക് പോലത്തെ സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വേസ്റ്റ് ഇടാൻ വാങ്ങിച്ചത് ഈ മണ്ണിൻ്റെ പോട്ടാണ്. അപ്പം മണ്ണൊന്നും ഇട്ട് കൊടുക്കാനില്ല. അപ്പം ഞാൻ വേസ്റ്റ് ഇതിൽ വെറുതെ ഇട്ട് കൊടുക്കും. കുറേ നാളായുമ്പോൾ അത് കമ്പോസ്റ്റ് ആയിട്ട് വരും. പക്ഷേ ഇതിൽ ഇറച്ചിയുടെ മീനിൻ്റെ നമ്മുടെ ചോറിൻ്റെ വേസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഇതിൽ നമ്മൾ അടിച്ചു വന്ന കരിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറൊരു മണ്ണിൻ്റെ പോട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്താണ്. പിന്നെ വേറൊരെണ്ണം പഞ്ചായത്ത് വക കിട്ടിയതാണ്. അപ്പോൾ ഇതിലവർ ഇറച്ചിയുടെ മീനിൻ്റെയും എല്ലാം വേസ്റ്റ് ഇടാം, ചോറ് എടുക്കുക, കറിയൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര സ്മെല്ലും ഈച്ച വന്നിരിക്കലും നിറച്ചും പുഴുവൊക്കെ ആയിട്ട് നമുക്കത് വർക്ക് ഏരിയയിലാണ് വച്ചേക്കണത്. അപ്പോൾ അങ്ങനെയൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഇത് ഞാനിത് വേസ്റ്റ് ബിന്നിൽ ഇടാനുള്ള വേസ്റ്റാണിത്. അപ്പോൾ ബയോഗ്യാസിലെല്ലാം വേസ്റ്റ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത വേസ്റ്റാണ് ബക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ ആദ്യം ഈ ഇത്രയും വേസ്റ്റ് ബിന്നൊക്കെ വച്ചതിന് ശേഷം ഇറച്ചിയുടെയും മീനിൻ്റെയും ഭക്ഷണത്തിൻ്റെയൊക്കെ ബാക്കി വേസ്റ്റൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ആകെ ചെളി പിടിച്ച് വൃത്തികേടായേക്കാറുണ്ട്. ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചപ്പോൾ അവിടെ ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് റിങ്ങൊക്കെ വെച്ചിട്ട് വേസ്റ്റ് കത്തിക്കാനുള്ള ഒരു സ്ഥലമാക്കി എടുത്ത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ നല്ല നീറ്റായി കിട്ടി. അപ്പോൾ നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ പ്ലാന്റ് ഈ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് വന്നതിന് ശേഷം നമ്മുടെ വീടിൻ്റെ സൈഡൊക്കെ നല്ല നീറ്റായി കിട്ടി. അപ്പോൾ 750 ലിറ്ററിൻ്റെ പ്ലാന്റാണ്. പടത്തിൽ കണ്ടതിനേലും നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇതിന് 5 വാൽവാണുള്ളത്. താഴെ ഏറ്റവും താഴെ കണ്ടത് വേസ്റ്റൊക്കെ കളഞ്ഞൊക്കെ ഇട്ട് നമുക്ക് പ്ലാന്റ് ഫ്രീ ആക്കി എടുക്കാം. അപ്പോൾ ആ ലിവർ തിരിച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റൊക്കെ നമുക്ക് കളയാം. പിന്നെ 500 ലിറ്ററിൻ്റെ ഉണ്ട്. പിന്നെ അതിൽ കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിയിൽ എത്ര മെമ്പർ ഉണ്ടെന്ന് വെച്ചാൽ അതിനുള്ള പ്ലാന്റാണ് അവർ ഓഫർ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ 750ൻ്റെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയാണ് ഇത് വെച്ചത്. അപ്പോൾ ഇത് എല്ലാ പ്ലാന്റിനും ഇങ്ങനത്തെ വാൽവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് എമറാൾഡിൻ്റെയാണ്. എമറാൾഡ് എന്ന കമ്പനിയുടെ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് സ്ലറി ഇനി ഒരുപാട് പച്ചക്കറി കൃഷി ചെയ്യണവർക്ക് സ്ലറി വേണമെങ്കിൽ ഈ പൈപ്പ് തിരിക്കും പോലെ ഈ ടാപ്പ് തിരിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്ലറി എടുക്കാം. അപ്പം നല്ല ബലത്തിൽ തിരിച്ചാലാണ് കേട്ടോ സ്ലറി വരുള്ളൂ. കണ്ട, അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ലറി വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേറെ മോഡൽ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ടാങ്കിൻ്റെ ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ സെലക്ട് ചെയ്തില്ല. എന്ന് വെച്ചാൽ വെള്ളത്തിലൊക്കെ കൊതുകൊക്കെ വരും. അപ്പോൾ ജനലിൻ്റെ അരികത്താണ് പ്ലാന്റ് വയ്ക്കുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പൈസ കൂടിയാലും ഞാൻ ഈ പ്ലാന്റ് സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ വേറൊരു വാൽവുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലറി വരും. നമ്മുടെ ഗ്യാസ് ഒരുപാട് ഫോം ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ കത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ലറി ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിനപ്പുറത്ത് കാണുന്നൊരു വാൽവാണത്.
അപ്പോൾ നമ്മളെപ്പോഴും ഒരു പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പ്ലാന്റിലിടാനുള്ള വേസ്റ്റ് 2 ബക്കറ്റിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇടരുത്. ഒരു ബക്കറ്റിലിട്ട് നന്നായിട്ട് ചീഞ്ഞഴുകിയതിന് ശേഷം ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഗ്യാസ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 ബക്കറ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ബക്കറ്റ് നിറഞ്ഞ് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. ഡെയിലി ഇട്ടില്ല എന്നോർത്ത് കുഴപ്പമില്ല, 2-3 ദിവസത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ ഗ്യാസ് ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു കപ്പിലാണ്, ഇതിൽ 2 കപ്പിൽ വേസ്റ്റും ഈ 2 കപ്പിലും വെള്ളമായിട്ടാണ് ഇടണത്. അതെങ്ങനെ ഇടണമെന്നൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കണ വേസ്റ്റിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഒരുപാട് കുത്തി നിറച്ച് വേസ്റ്റ് ഇട്ടാൽ പ്ലാന്റ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അങ്ങനെ നല്ല ഉപകാരമാണ് കേട്ടോ ഈ പ്ലാന്റ് വന്നതിന് ശേഷം. പക്ഷേ ഈ പ്ലാന്റ് വച്ചിട്ട് 2 മാസത്തോളം കത്തിയില്ല. അവരെ വിളിച്ച് അവർ എല്ലാം നമുക്ക് പറഞ്ഞു തരും. അവർ പല രീതിയിലും ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതേപോലെ ഒന്നും ചെയ്തിട്ട് കത്തിയില്ല. പിന്നെ അവർ വന്നിട്ട് അതിൽ നിറച്ച് ചാണകം മാറ്റിയിട്ട് വീണ്ടും 2ാമത് ചാണകം റീപ്ലാന്റ് ചെയ്തു. എന്നിട്ടും കത്തിയില്ല. പിന്നെ അവർ 2ാമത് വന്ന് പുതിയ പ്ലാന്റ് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടോ. അപ്പോൾ അതുവരെ അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും. നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താലും നമുക്ക് വേണ്ട മറുപടികളൊക്കെ അവർ തരും. അപ്പോൾ അവർ 2ാമത് കൊണ്ടുവന്ന് വേറെ പ്ലാന്റ് വയ്ക്കണതാണിത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായി, വച്ച സ്ഥലത്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായതാണ് പറഞ്ഞത്. അപ്പോൾ അവർ 2ാമത് കൊണ്ടുവന്ന് വയ്ക്കണതാണ്. അപ്പോൾ 2ാമത് കൊണ്ടുവന്ന് വെച്ച പിന്നെ നന്നായിട്ട് കത്തിയിട്ടോ. പിന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തവർക്കാണ് കേട്ടോ ഈ പ്ലാന്റ് കൊണ്ട് ഏറ്റവും നല്ല ഗുണം. വേസ്റ്റ് ഇടാൻ സ്ഥലമുള്ളവർ ഈ പ്ലാന്റ് വയ്ക്കുന്നത് കൊണ്ടും അത്ര ഉപകാരമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിടുന്ന വേസ്റ്റിനനുസരിച്ചാണ് നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. ഇപ്പോൾ കപ്പയുടെയും ചെമ്മീൻ്റെയൊക്കെ വേസ്റ്റ് നന്നായിട്ട് അഴുകിയിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ എനിക്കിത് രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും കിട്ടും. പിന്നെ കപ്പയുടെയൊക്കെ വേസ്റ്റൊക്കെ ഇടാണ് ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഒരു നേരം ഗ്യാസ് കിട്ടും കേട്ടോ. ചിലപ്പോൾ 2 നേരം കിട്ടും. അപ്പോൾ ഗ്യാസിന് വേണ്ടിയിട്ട് സ്ഥലമുള്ളവർ ഈ പ്ലാന്റ് ഇത്രയും പൈസ കൊടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ വളവും വേണം. ഇനിയിപ്പോൾ പ്ലാന്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് വക നിസ്സാര വിലക്ക് കിട്ടും മറ്റേ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന പ്ലാന്റ്. അപ്പോൾ സ്ഥലമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്ലാന്റ് വയ്ക്കണതായിരിക്കും കേട്ടോ നല്ലത്. നല്ല അടച്ചുറപ്പുള്ള ടാങ്കായിരിക്കും, കൊതുകൊന്നും കയറില്ല, പൈസ കൂടുതലായിരിക്കും. പിന്നെ 32ൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ, 32,000 രൂപയുടെയൊക്കെ ഉണ്ട്. അത് അടിയിൽ വേറൊരു ലിവർ ഉണ്ടാവും. നമുക്കത് തിരിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഒന്നും കൂടി നമുക്കിങ്ങനെ മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഗ്യാസ് കത്തിയപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് നോക്കിയതാണ് ഇനി വല്ല ചാണകത്തിൻ്റെയൊക്കെ ചുകയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ അപ്പോൾ ഫസ്റ്റ് ചാണകം ഫില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്യാസ് ഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് വേസ്റ്റ് ഇടുന്നതിന് മുമ്പ് ചാണകത്തിൽ നിന്ന് മാത്രമുള്ള ഗ്യാസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി മണമൊക്കെ ഉണ്ടാകുന്നോർത്ത് ജസ്റ്റ് വെള്ളമൊക്കെ തിളപ്പിച്ചൊന്ന് കുടിച്ച് നോക്കിയതാണ്. അപ്പോൾ യാതൊരു മണമില്ല, യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഗ്യാസ് ഇല്ലാതെ ഇത് കുറേ നാൾ ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ വെറുതെ ഏറ് മാത്രം പോകും. അപ്പോൾ ഭയങ്കര ചാണകത്തിൻ്റെ മണമാണ്. പക്ഷേ ഇത് ഗ്യാസായി തീർന്നിട്ടുണ്ടെങ്കിൽ ചാണകത്തിൻ്റെ മണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് വർക്ക് ഏരിയയിലാണ് വെച്ചാൽ ഗ്യാസ് കത്തിക്കുമ്പോൾ മണം ഉണ്ടാവുന്നോർത്ത്. അപ്പം മണമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് ഞാൻ ഗ്യാസ് മാറ്റി. അപ്പോൾ വെള്ളത്തിന് മണമില്ല എന്നറിഞ്ഞതിന് ശേഷം അതിലേക്ക് ചായപ്പൊടി ഇട്ട് ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തവർ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പരിസരം നല്ല വൃത്തിയാകും. എല്ലാവിധ വേസ്റ്റ് ഇടുകയും ചെയ്യുക. റോട്ടിലും വല്ലവരും പറമ്പിലൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ സവാള, നാരങ്ങയുടെ തൊണ്ട്, മുട്ടയുടെ തൊണ്ട് ഒന്നും ഇടാൻ പാടില്ല.
പിന്നെ അഴുകി പോണ എല്ലാ വേസ്റ്റോടെ എനിക്ക് ഇതുകൊണ്ട് നല്ല ഉപകാരമാണ് ഉണ്ടായത്. ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, കറി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചി കഴുകിയ അരി വെള്ളം, ഇതൊന്നും സിങ്കിലേക്ക് ഒഴിക്കേണ്ട. ഇത് കഞ്ഞിയുടെ വെള്ളം, ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല ഉപകാരമാണ്. അപ്പോൾ ഇത് നമുക്ക് തീപ്പെട്ടി ഉരച്ച് വെച്ചിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചിട്ട് ഇത് കത്തിക്കുക. ലൈറ്റർ കൊണ്ട് ഇത് കത്തിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ സാധാരണ ഗ്യാസ് അടുപ്പ് പോലെ. പിന്നെ അവർ 2 സൈസ് ഗ്യാസ് അടുപ്പ് അവർ ഓഫർ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഒന്ന് ഇഷ്ടികേമ ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്, പിന്നെ ഇതേപോലത്തെ സാധാരണ അടുപ്പ്. ഞാൻ ഇതേപോലത്തെ സ്റ്റീലടുപ്പാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ ഇത് കത്തിച്ചില്ല എങ്കിൽ നമ്മുടെ സ്ലറി ഓട്ടോമാറ്റിക്കായിട്ട് ആകെ നിറഞ്ഞ് പുറത്തോട്ടേക്ക് ഒഴുകി പോകും കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഇത് കത്തിക്കാൻ വേണ്ടി നോക്കണം. ഇതിൽ ഗ്യാസ് കത്തിച്ച് തീർന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ LPG ഗ്യാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വച്ചത് കൊണ്ടുള്ള ഗുണം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു മാസം ഒരാഴ്ചയാണ് ഗ്യാസ് നിൽക്കാറുള്ളൂ. പക്ഷേ ഞാൻ ബയോഗ്യാസ് ഉപയോഗിച്ചപ്പോൾ ഞാനിങ്ങനെ പുതിയ ഡേറ്റ് എഴുതിയിട്ടായിരുന്നു എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ സിലിണ്ടർ ഞാൻ വച്ച് കഴിഞ്ഞപ്പോൾ ഡേറ്റ് നോക്കിയപ്പോൾ 1 മാസവും 1.5-2 മാസത്തിനടുത്ത് എനിക്ക് കിട്ടിയിട്ടാ. അപ്പോൾ രാത്രിയൊക്കെ അപ്പമൊക്കെ ചുടുമ്പോൾ ഞാൻ ഇതിലാണ് ചുടുന്നത്. രാത്രി ഇവിടെ ഗോതമ്പിൻ്റെ അപ്പമാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബയോഗ്യാസിലാണ് കേട്ടോ കത്തിക്കുന്നത്. മറ്റേ ഗ്യാസിലാവുമ്പോൾ ഒരുപാട് ഗ്യാസാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഗ്യാസിന് പകരം ഇത് കൊണ്ട് നമുക്ക് മറ്റേ ഗ്യാസിന് പകരം ഇതിൽ നിന്നുള്ള ഗ്യാസ് ഉപയോഗിക്കുക എന്നുള്ള ഇത് നടക്കില്ല. നമുക്ക് മറ്റേ ഗ്യാസിൻ്റെ കാലയളവ് നീട്ടി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിന് വേണ്ടിയിട്ട് മാത്രം ഒരുപാട് സ്ഥലമുള്ളവർ ഇത് വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലെ ഗ്യാസ് തീർന്നു കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകും. അപ്പോൾ പിന്നീട് അതിൽ നിന്ന് വന്ന ഗ്യാസ് ലീക്കാവും. അപ്പോൾ ലീക്കാവുണ്ടെന്ന് നമ്മൾ അറിയണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വേസ്റ്റ് കുഴിയൊക്കെ നിറയില്ല, അതേപോലത്തെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. തീർന്നു കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തില്ല. പിന്നീട് ഫോം ചെയ്ത് വന്ന ഗ്യാസെല്ലാം അടുക്കളയിലൊക്കെ നിറഞ്ഞ്, അപ്പോൾ ഭയങ്കര വേസ്റ്റ് കുഴി നിറഞ്ഞ മണമായിരുന്നു കേട്ടോ ഫസ്റ്റിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥലമൊക്കെ ഒന്ന് പരിശോധിച്ച് പിന്നെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് ഇത് തുറന്നെടുക്കണ കണ്ടത്. അപ്പോൾ അങ്ങനെ ഗ്യാസ് തുറന്നിടുന്നിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഗ്യാസ് ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം കത്തിക്കാൻ, അല്ലെങ്കിൽ ഗ്യാസ് കൂട്ടിയിട്ടിട്ട് കത്തിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തീ ആകെ സ്പ്രെഡാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തീപ്പെട്ടി, ലൈറ്റർ, പേപ്പറിൽ കത്തിക്കുക, അങ്ങനെയൊക്കെയുണ്ട് കത്തിക്കുള്ളത്. ഇപ്പോൾ അതെ 2 ദിവസം ഞാൻ കത്തിച്ചില്ല, ഒരു കല്യാണം ഉണ്ടായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലറി വന്നതാണ് കേട്ടോ, സ്ലറി വാൽവിൽ നിന്ന്. അപ്പോൾ ആ പാത്രമൊക്കെ നിറഞ്ഞ് പുറത്തോട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്ലറി വരുമ്പോൾ ഭയങ്കര ചാണകത്തിൻ്റെ സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ചാണകത്തിൻ്റെ മണമൊക്കെ പോട്ടെ. പിന്നെ സ്ലറി വരുമ്പോൾ അങ്ങനെ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ചെയ്യണവർക്ക് ഈ സ്ലറി നല്ല ഉപകാരമാണ് കേട്ടോ. അത് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമാണ്. പിന്നെ ഞാൻ പുട്ടൊക്കെ ചുടാനായിട്ട് ഈ അടുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നേരം തീ കത്തണമല്ലോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സിലിടാം കേട്ടോ.